നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയുടെ സെറ്റപ്പ് നമുക്ക് നോക്കാം. വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് ഏതാണ്, റൈറ്റ് റെസിസ്റ്റൻസ് ഏതാണ്, എന്താണ് ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. നിഫ്റ്റി ക്ലോസിംഗ് നോക്കാം. 24,946 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,946 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിഫ്റ്റിയുടെ ട്രെൻഡിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. ഈ ഒരു ലെവലിൽ നിന്ന് നിഫ്റ്റിക്ക് ഒരു ബൗൺസ് ചെയ്യാനായിട്ട് സാധ്യമായിട്ടുള്ള ഒരു ഏരിയയാണ്. മാർക്കറ്റ് ഈ ഒരു ലെവലിൽ എത്തുന്നതിനെക്കാട്ടി മുൻപ് തന്നെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഈ ഒരു ലെവൽ സൂചിപ്പിച്ചിരുന്ന ലെവലാണ്. അതുപോലെ തന്നെ നിഫ്റ്റിയിലും റെസിസ്റ്റൻസ് ഇനിയും മുകളിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയാലും നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് 25,000 മുകളിലായിരിക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് കാണുന്നത്. അപ്പോൾ നിഫ്റ്റി ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലെ സപ്പോർട്ട് റെസിസ്റ്റൻസിലെ അനുസരിച്ച് ട്രേഡ് ചെയ്യുക. ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലായിരിക്കും കുറച്ച് ദിവസത്തേക്ക് നിഫ്റ്റിയുടെ ഒരു മൊമെന്റത്തിന് സാധ്യത. കൃത്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ്, വലിയൊരു അപ്സൈഡ് മൂവ്മെന്റ് ആയാലും വലിയൊരു ഡൗൺ സൈഡ് മൂവ്മെന്റ് ആയാലും ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷം വരുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ താഴത്തേക്ക് ഒരു ക്ലോസിങ് അല്ലെങ്കിൽ മുകളിലേക്ക് ഒരു ക്ലോസിങ് നെക്സ്റ്റ് ഡേയിൽ അപ്ഡേറ്റ് ചെയ്യാം ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നുള്ളത്. വരും ദിവസങ്ങളായാലും കൃത്യമായിട്ട് നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. ഇൻട്രാഡേയിൽ കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിഫ്റ്റിയുടെ വരും ദിവസങ്ങളിലായാലും നമുക്ക് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കുക. അതിന് മുൻപ് തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ ഒരു മാർക്കറ്റിൽ സംഭവിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലും നമുക്ക് അതേ രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,750 റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. അപ്പൊ 24,750 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് ക്യാനിൽ തന്നെ നിഫ്റ്റിയിൽ ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റിയിൽ നിലനിർത്തിയിരുന്നത്. പക്ഷെ നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത് 800 തൊട്ട് മുകളിലാണ്. 800 അടുത്തുനിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരുന്നു. ഓപ്പണിംഗിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ ശ്രദ്ധിക്കുക, ഈ ഒരു ക്യാൻഡിൽ ലോ ശ്രദ്ധിക്കുക. ഓരോ ദിവസങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ നമുക്കത് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അതിനുശേഷമായാലും റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം നിഫ്റ്റിക്കയിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു. മാർക്കറ്റിൽ മൊമെന്റം കുറവായിരുന്നു. അടുത്ത റെസിസ്റ്റൻസ് 24,960 അടുത്തെത്തിയോടുകൂടി നിഫ്റ്റിയുടെ മൊമെന്റം അവസാനിച്ചു തുടങ്ങി. ഇപ്പൊ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് സപ്പോർട്ടുകൾ ഇപ്പോൾ എപ്പോഴും മനസ്സിലാക്കാൻ അനുസരിച്ച് മാനേജ് ചെയ്യുക. അപ്പൊ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് ഏതാന്ന് നമുക്ക് നോക്കാം. വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അപ്പൊ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് 25,000 മുകളിൽ ആയിരിക്കും നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ലെവലിൽ 600 അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലുകളും കാണുന്നുണ്ട്. ഓപ്പൺ ചെയ്യുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്യുന്നത് നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവ് സെന്റിമെന്റ് കിട്ടണമെങ്കിൽ 24,900 മുകളിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് സെന്റിമെന്റ് തന്നെയാണ്. അതായത് 24,900 മുകളിൽ ഒരു ഓപ്പണിങ്, അതിനുശേഷം ബൈ ഓപ്പർച്യൂണിറ്റി സ്ട്രെങ്ത് ആണ്. മാർക്കറ്റിൽ സ്ട്രെങ്ത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ലെവലിൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. റെസിസ്റ്റൻസ് 25,000 മുകളിലാണ്. റെസിസ്റ്റൻസ് 25,000 മുകളിൽ നിലനിൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അഗ്രസീവ് ആയിട്ടുള്ള ബൈ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ഹയർ ലെവലിൽ യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ അധികം സമയം സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് മാത്രം ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 27,025 ഞാൻ റെസിസ്റ്റൻസ് ആയിട്ട് ഇരുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ അതിനുശേഷം തൊട്ടടുത്ത റെസിസ്റ്റൻസുകൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു റേഞ്ചിനടുത്ത് തൊട്ടടുത്ത റെസിസ്റ്റൻസുകൾ എടുക്കാറുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കാറുള്ളതാണ്. 27,075 അടുത്ത റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇൻ കേസ് 27,070 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 27,075 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുക. 75 താഴെ സസ്റ്റെയിൻ ചെയ്ത പൊസിഷൻ ഒരു കാരണവശാലും ഹോൾഡ് ചെയ്യരുത്. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, 27,075 മുകളിലാണ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു, 27,025 താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ നിഫ്റ്റിയിലെ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ബൈക്ക് എപ്പോഴും ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് വരും. ഇപ്പോൾ നിഫ്റ്റിയിലും
ഓപ്പൺ ചെയ്യുന്നത് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലാണ് 25,025 താഴെയാണ്. പ്രോഫിറ്റ് ബുക്കിംഗാണ് സാധ്യത. ചെറിയ ടൈമില്ല പ്രോഫിറ്റ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 24,900 തന്നെ ലോവർ ലെവലിൽ സപ്പോർട്ടായിട്ട് നിലനിൽക്കും. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ 24,900 നിലനിർത്തുന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ 24,845 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ 24,845 24,900 താഴത്തേക്ക് നിലനിർത്തിയാൽ തന്നെ പ്രോഫിറ്റ് ബുക്കിന് സാധ്യതയുണ്ട്. പക്ഷെ ഈ ഒരു ലെവൽ വരെ സപ്പോർട്ട് കാണുന്നുണ്ട്. 24,845 വരെ സപ്പോർട്ട് കാണുന്നുണ്ട്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന 24,900 താഴെയാണ്. ചെറിയ ടൈം ഫ്രെയിമില് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 24,845 സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. 845 ഹോൾഡ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു 20 പോയിന്റ് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് 24,865 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ ഇത് രണ്ടും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കും. 24,845 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇൻട്രാഡേയിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത് ഒഴിവാക്കുക. പ്രോഫിറ്റ് ബുക്കിനുള്ള ഒരു സാധ്യത മാർക്കറ്റിൽ കാണണം. പിന്നെ കുറച്ച് താഴെയാണ് സപ്പോർട്ട് കാണുന്നത്. ഈ ഒരു ലെവലിലൊന്നും സപ്പോർട്ട് എടുത്തിട്ടില്ല. കാരണം ഈ ഒരു ലെവലിൽ കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൊമെന്റം മാർക്കറ്റിൽ അത് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് റൈറ്റ് ഏരിയകളാണ് നമ്മളത് എടുത്തിരിക്കുന്നത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ലെവലിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ബൈ ഓപ്പർച്യൂണിറ്റി സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു ലെവലാണ് പിന്നെ സപ്പോർട്ട് കാണുന്നത്. 24,675 സപ്പോർട്ടാണ്. അതിന് താഴെ സപ്പോർട്ട് കാണുന്നത് 24,645 സപ്പോർട്ടാണ്. അപ്പൊ ഇത് രണ്ടാണ് ലോവർ ലെവല് കുറച്ച് സ്ട്രോങ് സപ്പോർട്ട്. പിന്നെ 600 താഴെയാണ് സപ്പോർട്ട് വരുന്നത്. 24,585 സപ്പോർട്ട്. ഇപ്പൊ നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ട് റേഷൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഒരു ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.